ഹായ്, എൻ്റെ പേര് സ്റ്റെബിൻ തോമസ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ ഏങ്ങണ്ടിയൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഹായ്, എൻ്റെ പേര് റോസ്മേരി. ഞാൻ കോതമംഗലം രൂപതയിലെ ആയവന ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ പ്രീ മാരേജ് കോഴ്സ് ചൂസ് ചെയ്തത് കോതമംഗലം രൂപതയിലെ നെസ്റ്റിലാണ്. അപ്പം വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന ഞങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു കൂദാശ എങ്ങനെ സ്വീകരിക്കണമെന്ന് അതിനെക്കുറിച്ചുള്ള കൂടുതലായ അറിവുകളൊക്കെ ലഭിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ സഹായിച്ചു. ഇവിടുത്തെ 3 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. അതിലിപ്പോൾ നമുക്ക് പല സെക്ഷനുകളും ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുടുംബം എങ്ങനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. പ്രഗത്ഭരായ ഒത്തിരി അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫസേഴ്സ്, അവരുടെയൊക്കെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലാസ്സുകൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഒഴിവ് സമയങ്ങളിലാണെങ്കിലും പരസ്പരം പരിചയപ്പെടുവാനും കൂടുതൽ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ളൊരു സമയവും സാഹചര്യവും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കണേ, മീഡിയ അത് ഭയങ്കരമായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സെക്കൻഡ് നമുക്കുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ എന്തായാലും കേൾക്കേണ്ടതായിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമുക്ക് കേട്ടപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇവിടെ എൻ്റെ വീട് തൃശ്ശൂരാണെങ്കിലും എനിക്ക് തൃശ്ശൂർ അവിടെ ഉണ്ടെങ്കിലും ഞാനിവിടെ കൂടാൻ കാരണം രണ്ടുപേരും ഒരുമിച്ച് കൂടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ മാക്സിമം പ്രീ മാരേജ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുമിച്ച് കൂടുമ്പം ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരുമിച്ച് കൗൺസിലിങ്ങിനൊക്കെ പോകാനായിട്ട് സാധിക്കും. ഇപ്പം അതേപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. നമുക്ക് പാർട്ട്നേഴ്സായിട്ട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു ടൈമുണ്ട്. 3 ദിവസമുള്ള കാരണം നമുക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും അവരായിട്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. പൊതുവേ പലരും കൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ആവാതെ നമുക്ക് ഈ കോഴ്സ് കൂടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാവും. നമ്മൾ എന്തായാലും കേൾക്കേണ്ട ഒരു ക്ലാസ്സാണ്. പലരും ഇപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വന്ന് പേഴ്സണാണ് ആ ക്ലാസ്സിന് ആ ഒരു ഫുൾ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. കോതമംഗലം രൂപതയുടെ പാസ്റ്ററൽ സെൻ്ററാണ് നെസ്റ്റ്. ഈ പാസ്റ്ററൽ സെൻ്ററിൽ കോതമംഗലം രൂപതയുടെ പ്രധാനപ്പെട്ട ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ കീഴിലുള്ള പ്രീ മാരേജ് ഗൈഡൻസ് കോഴ്സ്, മാതൃവേദി, പിതൃവേദി, DFC, സിംഗിൾസ് മിനിസ്ട്രി, ജൂദിത് നവോമി, പ്രോ ലൈഫ്, ഈ സംഘടനകളുടെ ഓഫീസ്, പിന്നെ മിഷൻ ലീഗ്, KCSL, KCYM, ഇത്രയും സംഘടനകൾ ഈ ഒരു പാസ്റ്ററൽ സെൻ്ററിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രധാനമായും ഇവിടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ പ്രീ മാരേജ് ഗൈഡൻസ് കോഴ്സ് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴം, വെള്ളി, ശനി ദിവസവും 3-ാമത്തെ ആഴ്ചയെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലും നടത്തി വരുന്നു. ഈ കോഴ്സിലേക്ക് കോതമംഗലം രൂപതയിലെ വിവാഹാർത്ഥികളും മറ്റു രൂപതകളിലുള്ള വിവാഹാർത്ഥികളും കടന്നു വരാറുണ്ട്. കോഴ്സ് ആരംഭിക്കുന്ന ദിവസം രാവിലെ 8:30 ആരംഭിച്ച് കോഴ്സ് അവസാനിക്കുന്ന ശനിയാഴ്ച 4 മണിയോടുകൂടിയാണ് ഈ വിവാഹോരുക്ക സെമിനാർ സമാപിക്കുക. ഈ വിവാഹോരുക്ക സെമിനാറിൽ വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള സഭാപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പങ്കുവയ്ക്കുകയാണ്. ആദ്യ ദിവസം തന്നെ വിവാഹാർത്ഥികളെ കൗദാശികപരമായി ഒരുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെയൊക്കെ നല്ലൊരു കുമ്പസാരം നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ദിവസം വരുന്ന വിവാഹാർത്ഥികൾക്കൊക്കെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തി വരിക. കൗൺസിലിംഗ് മേഖലയിൽ വിദഗ്ധമായ സേവനമനുഷ്ഠിക്കുന്ന കൗൺസിലേഴ്സാണ് ഇവിടെ കൗൺസിലിംഗ് നടത്തി വരിക. ഏറ്റവും അവസാനത്തെ ദിവസം വിവാഹാർത്ഥികളുടെ പേരൻസും
കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഒരു സെഷനുണ്ട്. അതിനുശേഷം അവരൊരുമിച്ച് ഒരു ആരാധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഈ വിവാഹൊരുക്ക സെമിനാറിലെ മുഖ്യ പ്രത്യേകതകൾ. ഇതിനോടകം ഓരോ രൂപതകളിൽ നിന്നും ഇവിടെ പങ്കെടുത്ത അനേക വിവാഹാർത്ഥികൾ ഈ ഒരു കോഴ്സിൻ്റെ സമ്പൂർണമായിട്ടുള്ള വിജയത്തിനു വേണ്ടി നല്ല രീതിയിൽ അവർ ഒരുങ്ങി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടാണ് വിവാഹത്തിന് ഒരുങ്ങി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കോതമംഗലം രൂപതയുടെ രൂപതാധികാരികൾ വളരെ ഗൗരവപൂർവം ശ്രദ്ധാപൂർവം ഈ ഒരു കോഴ്സ് നടത്തി വരാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ നൽകി വരുന്നു. എൻ്റെ പേര് ജിയോ. ഞാൻ കോതമംഗലം രൂപതയിലെ പാറപ്പുഴ ഇടവന്നവരാണ്. ഞാൻ കോതമംഗലം രൂപതയുടെ ഫാമിലി അപ്പസ്തോലിസം നടത്തുന്ന ത്രിദിന വിവാഹ സെമിനാറിന് പങ്കെടുക്കാൻ വന്നയാളാണ്. ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഞാനും വന്നത് ഇതുപോലെയാണ്. നമ്മളൊരു വിവാഹത്തിന് മുമ്പ് പള്ളിയിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് അച്ഛൻ കുറി തരുള്ളൂ എന്നും പറഞ്ഞ രീതിയിൽ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം കാര്യങ്ങളൊക്കെ മനസ്സിലായത്. വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി പ്രവേശിക്കേണ്ട ഒരു കൂദാശ, നമ്മൾ വിവാഹം എന്നുള്ളൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ മാറി ഒരു ദൈവികപരമായ ഒരു കൂദാശ സ്വീകരണം എന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുങ്ങേണ്ട ഒരു കൂദാശയാണ് വിവാഹം. മറ്റൊരു കൂദാശകളെ പോലെ ഏറ്റവും പവിത്രമായി കാണേണ്ട ഒരു കൂദാശ സ്വീകരണമാണ് വിവാഹം എന്നുള്ള കൂദാശയിൽ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായ ഒരുക്കങ്ങൾ ഈ ത്രിദിന ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഉത്തമ ജീവിതം നയിക്കുവാൻ വേണ്ടിയുള്ള കൃപാവരം ലഭിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതുകൂടാതെ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഇമോഷണലി ആയിട്ട് നമ്മൾ എന്തൊക്കെ ഒരു പാർട്ട്ണറുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, എങ്ങനെയാണ് ഒരു നല്ല കുടുംബജീവിതം നയിക്കേണ്ടത്, അതും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് മുതൽ പീഡിയാട്രിസ്റ്റ് വരെയുള്ള ഡോക്ടർമാരെല്ലാവരും വന്ന് നമുക്ക് പലതരത്തിലുള്ള ക്ലാസ്സുകൾ അവരുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ഇതിനെപ്പറ്റി ഒരു വൈഡായിട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് മുന്നോടിയായി സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമുക്ക് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു റിസൾട്ട് വന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കല്യാണം കഴിക്കുന്നതിൽ 30% ഡിവോഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഇതിൻ്റെ മൂല കാരണങ്ങൾ, അതെങ്ങനെ ഒഴിവാക്കാം, നമ്മുടെ ജീവിതത്തിൽ ഇത് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനും 30-40 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ചവരൊക്കെ നമുക്ക് മുമ്പിൽ വന്ന് ക്ലാസ് എടുത്ത് എല്ലാം ചെയ്യുമ്പോൾ നമുക്കതിലൊരു എൻകറേജ്മെൻ്റ് ആണ്. എങ്ങനെ നമുക്ക് നല്ലൊരു കുടുംബജീവൻ നയിക്കാമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ സെബാസ്റ്റ്യൻ. ഞാൻ മൂവാറ്റുപുഴ ഹോളി മഗി ഇടവകാംഗമാണ്. എൻ്റെ പേര് മെറീറ്റ സ്റ്റാൻലി. ഞാൻ ആരക്കുഴ ഇടവകയിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രീ മാരേജ് കോഴ്സ് കൂടാൻ തിരഞ്ഞെടുത്ത സ്ഥലമെന്ന് പറയുന്നത് കോതമംഗലം രൂപതയുടെ കീഴിൽ വരുന്ന നെസ് പാസ്റ്ററൽ സെൻറ്ററിലാണ്. ഞങ്ങൾക്ക് ഈ 3 ദിവസം വളരെയധികം നല്ല മികച്ച ഒരു അനുഭവമാണ് ഈ പ്രീ മാരേജ് കോഴ്സിൽ നിന്നുണ്ടായത്. വിവാഹത്തെ പറ്റിയും വിവാഹം കഴിഞ്ഞ് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളൊരു സന്ദേശം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി. ഞങ്ങൾക്ക് വിവാഹത്തെ പറ്റിയെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയില്ലാതിരിക്കുന്ന പല മേഖലകളുണ്ട്. അതിൽ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ആത്മീയമായ കാര്യങ്ങളുണ്ട്, ശാരീരികമായ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തെപ്പറ്റിയും ഉള്ള നല്ലൊരു അവബോധം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തികളുടെ പല ക്ലാസ്സുകളിൽ കൂടി നമുക്ക് പകർന്നു തരുന്നതിൽ നെസ്റ്റ് വിജയിച്ചു എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് തീർച്ചയായും അറിയില്ലാതിരുന്ന അല്ലെങ്കിൽ സംശയങ്ങളുണ്ടായിരുന്ന മറ്റ് പലരോടും ചോദിക്കാനോ പറയാനോ മടികളുണ്ടായിരുന്ന പല ഏരിയകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇവരുടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കരിക്കുലത്തിൽ കൂടി ഇവർ പ്ലാൻ ചെയ്ത് ഭയങ്കര പ്രോപ്പറായിട്ട് ഇവരത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന കപ്പിൾസിനും അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രോപ്പറായിട്ട് എങ്ങനെ മാരേജിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളുടെ വിശ്വാസത്തിൽ ഊന്നി എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ ഭാവി തലമുറകളിലേക്ക് എങ്ങനെ നമുക്ക് പകർന്നു കിട്ടിയ ആ വിശ്വാസം നമുക്കും പകർന്നു കൊടുക്കാം എന്നതിനെ പറ്റിയുമുള്ള നല്ലൊരു ബോധ്യം നമുക്ക് ഈ ഒരു 3 ദിവസത്തെ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഈ ഒരു ക്ലാസ് ആദ്യം ഞങ്ങളൊരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്ന് കൂടിയത്. അതായത് പലർക്കും മടിയായിരിക്കും. പലർക്കും മടിയായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വന്ന് കൂടുന്നവരുണ്ടാവും. പക്ഷേ
വൺസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഇത് നമ്മളുടെ ഭാവി ജീവിതത്തിന് എത്രത്തോളം ഉപകാരപ്പെടുന്ന ഒന്നാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് നെസ്റ്റിനോടും കോതമംഗലം രൂപതയോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹായ്, എൻ്റെ പേര് അയന ബാബു. ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ വീട്ടുപേര് പൊരിയത്തു നിന്നാണ്. ഞാൻ വരുന്നത് തൊടുപുഴ കീരികോട് എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഇടവക വിജ്ഞാനമാത തൊടുപുഴ ഈസ്റ്റ് ചർച്ചാണ്. ഞാൻ വിവാഹാലോചനകൾ ആയിട്ട് ഒരുങ്ങുന്ന സമയത്ത്, അങ്ങനെ ആ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നെസ്റ്റിലുള്ള പ്രീ മാരേജ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള 3 ഡേ കോഴ്സാണ്. അത് ഫസ്റ്റ് ഡേ ഒരു 8:30 പോലെ സ്റ്റാർട്ട് ചെയ്ത് തേർഡ് ഡേ 4 PM പോലെ അവസാനിക്കുന്ന വളരെ ഷോർട്ടായിട്ടുള്ളൊരു കോഴ്സാണ്. ഇവിടെ നിങ്ങളെ വിവാഹം എന്ന് പറഞ്ഞൊരു കൂദാശയിലേക്ക് വളർത്താനുള്ള കഴിവും അതുപോലെ തന്നെ അറിവുമുള്ള അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സാണ് ഇവിടെ നമുക്കുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ഫുഡ്, സ്റ്റേ ഒക്കെ വളരെ പ്രോപ്പറായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പം നമുക്ക് മനസ്സിലുള്ള ഒരുപാട് പ്രോബ്ലംസും കൺഫ്യൂഷൻസും അതിനൊക്കെ നമുക്ക് ഒരൊറ്റ ഓപ്ഷനല്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് വളരെ മോറലായിട്ടുള്ള നല്ല മോറൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടും. അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പം എനിക്ക് തോന്നിയിരുന്നു ഒരു കുറച്ചെങ്കിലും ഒരു ബെറ്റർ പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എനിക്കെന്താണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കാനുള്ള രീതിയിൽ നമ്മൾ വളരുന്ന എനിക്ക് പേഴ്സണലി ഫീലായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത നെസ്റ്റിനും ആൻ്റണി പുത്തൻകുളം അച്ഛനും അതുപോലെ തന്നെ മറ്റ് അച്ഛന്മാർ, ഞാൻ ക്ലാസ് എടുത്ത എല്ലാ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് അവർക്കൊക്കെ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച പുന്നക്കോട്ടിലെ പിതാവ് ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനമായും മറ്റൊരു ശുശ്രൂഷയും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. സീറോ മലബാർ മാട്രിമണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. സീറോ മലബാർ രൂപതകളെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു മാട്രിമണിയാണ്. ആ മാട്രിമണിയിൽ ധാരാളം വിവാഹാർത്ഥികൾ റിക്വസ്റ്റ് അവിടെ സെൻഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. വിവാഹ ഒരുക്ക കോഴ്സുകൾ ഇനിയും ഓരോ മാസവും ആദ്യത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും കൃത്യമായിട്ട് നടത്തി വരുന്നു. അതിലേക്ക് നിങ്ങളെ എല്ലാ വിവാഹാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാഹ ഒരുക്ക സെമിനാറിലൂടെ പുതിയ ഒരു കുടുംബജീവിതം സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.